ഫാത്തിമത്തുരുത്ത്. ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം, രാത്രി വഞ്ചിയിൽ നിലാവു കാണണം. പൂക്കളോടു പൂക്കളെ തിരക്കണം, രാക്കിളിക്കു കൂട്ടുപാട്ടു പാടണം. കായലിൽ കിനാവു കണ്ടു പായുമാ പായൽ മാലയിട്ട കൊപ്ലി മീനിനെ പൂനിലാവല വിരിച്ചിണക്കുവാൻ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. മുള്ളുവേങ്ങകൾ മഴം പെരുമ്പറ മുന്നണിച്ചെടിക്കു ചൊല്ലിയാടുമ്പോൾ പട്ടണം പറന്നു കണ്ട പക്ഷിയായി ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. രോഗബാധിതർക്കിടന്നലറുമാ കൂരകൾക്കു കൈവിളക്കു നൽകുവാൻ ജീവിതൗഷധം നിറച്ച സ്നേഹമേ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. പാറിവന്ന സെപ്റ്റംബർ മുകിലുകൾ നാലുദിക്കിലും കറുത്ത കോട്ടയായി തീക്കുടുക്കകൾ ഉടയ്ക്കുമന്തിയിൽ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. പൂച്ചകൾ അനാഥരായ നായകൾ കാത്തിരിക്കുമീർപ്പമുള്ള പൊന്തയിൽ രാത്രി മഞ്ഞുമാക്സിയിൽ വിറയ്ക്കുമ്പോൾ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. വേനലിൻ്റെ മുഷ്ടിയിൽ കയ്യോന്നികൾ പാനശീലവും ത്യജിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ ഫാത്തിമത്തുരുത്തിലൊന്നു പോകണം. ഭൂമിയെ പുണർന്ന കുഞ്ഞു പുല്ലുകൾ പൂവണിഞ്ഞു തേനുറഞ്ഞു നിൽക്കുമ്പോൾ പ്രാണനിൽ മുഖം പതിച്ച വേവുമായി ഭാവനത്തുരുത്തിലൊന്നു പോകണം. ഫാത്തിമത്തുരുത്ത്. കുരീപ്പുഴ ശ്രീകുമാർ. കവികൾ ഭാവനാസമ്പന്നരാണ്. നല്ല നല്ല കാഴ്ചകളും നല്ല അനുഭവങ്ങളും കവികളുടെ ഹൃദയം ഒപ്പിയെടുക്കുന്നു. വേദനയുടെ കാലത്ത് അവരെ ആശ്വസിപ്പിക്കുന്നത് ഈ അനുഭവ സമ്പത്തുകളാണ്. ഫാത്തിമത്തുരുത്ത് എന്ന ഭാവനത്തുരുത്ത് ഒരു സ്നേഹത്തുരുത്തായി മാറുന്ന രാസപരിണാമമാണ് ഈ കവിതയിൽ സംഭവിക്കുന്നത്. വർത്തമാനകാല ജീവിതത്തിലെ ദുഃഖങ്ങൾ മറക്കാൻ കവി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഭാവനാലോകത്ത് കയ്യെത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത് ഫാത്തിമത്തുരുത്ത് എന്ന യാഥാർത്ഥ്യത്തെ തന്നെയാണ്. ഭാവനയാൽ സൃഷ്ടിക്കുന്ന അഭയസ്ഥാനം കവികൾക്ക് എന്നും ഇഷ്ടമാണ്. ഫാത്തിമത്തുരുത്ത് സ്വപ്നങ്ങളാലും യാഥാർത്ഥ്യത്താലും നിറഞ്ഞത് തന്നെയാണ്. കൊല്ലം ജില്ലയിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന ദ്വീപ് പ്രദേശമാണ് യഥാർത്ഥത്തിൽ ഫാത്തിമത്തുരുത്ത്. അവിടെയുള്ള പ്രകൃതി ഭംഗിയും ജനങ്ങളും ഒരേ സമയം കവിയെ ആകർഷിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ഒറ്റപ്പെട്ട അവസ്ഥയും പൊതു ഇടങ്ങളിൽ നിന്ന് അവർ മാറ്റി നിർത്തപ്പെട്ടതും കവിയെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ആ ദുഃഖമാണ് കവിതയ്ക്ക് പ്രേരണ. സ്വപ്നവും യാഥാർത്ഥ്യവും ചേർത്ത് കവിത മനോഹരമാകുന്നത് ജനങ്ങളുടെ ജീവിതാവസ്ഥ സൂചിപ്പിച്ചുകൊണ്ടാണ്.